ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ജിയോ ഓഫ് ഗുഡ് ന്യൂസിലെ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. നാം കഴിഞ്ഞ 2 ദിവസങ്ങളിൽ എഫ് ലേഖനത്തിലെ ആത്മീകമായ മാർമികമായ ചില രഹസ്യങ്ങൾ പൗലോസ് അപ്പോസ്തലന് വെളിപ്പെട്ട് കിട്ടിയത് നാം ധ്യാനിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുകയായിരുന്നു, ചെറിയ രീതിയിലാണെങ്കിലും. ഇന്നും അതിനോട് അനുബന്ധിച്ചുള്ള ഒരു ക്ലാസ് തന്നെയാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. എപ്പോഴും ഓർപ്പിക്കാറുള്ള പോലെ ചാനൽ നിങ്ങൾ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്യുക. അമേരിക്കയിലെ കൻസസിൽ സാത്താനിക് ഗ്രോട്ടോ കാണിച്ച് സാത്താൻ സേവക്കാരും കത്തോലിക്കരും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായതായിട്ട് ഒരു വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗർഭഛിദ്രം നിരോധിക്കണമെന്നുള്ള ഒരു ബില്ല് പാസ്സാക്കുവാനായിട്ട് റൊണാൾഡ് ട്രംപ് അതിനു വേണ്ടിയിട്ട് ഒത്തിരി മുൻകൈ എടുത്ത ഒരാളാണ്. എന്നാൽ അത് പൂർണ്ണമായിട്ടും നടപ്പിലാക്കുവാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ചില രാജ്യങ്ങളിൽ മാത്രമാണ് ആ നിയമം കൊണ്ടുവരുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ചില രാജ്യങ്ങളിലല്ല, ചില സംസ്ഥാനങ്ങൾ, അമേരിക്കയിലെ ചില സംസ്ഥാനങ്ങളിൽ മാത്രമാണ് അത് നടപ്പിലാക്കുവാനായിട്ട് സാധിച്ചത്. കാലിഫോർണിയ, ന്യൂയോർക്ക്, വാഷിങ്ടൺ തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഗർഭഛിദ്രം നിയമപരമായി അവരെ അനുവദിച്ചിട്ടുണ്ട് അവിടെ. എന്നാൽ ടെക്സസ്, ഒക്ലഹോമ, അലബാമ എന്നീ സംസ്ഥാനങ്ങൾ പൂർണ്ണമായോ ഭാഗികമായോ ഗർഭഛിദ്രം നടന്നത് നിരോധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അത് തന്നെയല്ല, അവർക്കുള്ള ഫെഡറൽ ഫണ്ടിങ്, ഗർഭഛിദ്രം നടത്തുന്ന ക്ലിനിക്കുകൾക്കുള്ള ഫെഡറൽ ഫണ്ടിങ് ഗവൺമെന്റ് നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ ആസ്പദമാക്കിയിട്ടാണ്, അതിനെതിരായിട്ടാണ് സാത്താൻ സേവക്കാർ രംഗത്ത് വന്നത്. ഗർഭഛിദ്രം നടപ്പിലാക്കണം, അതിന് നിയമം കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടാണ് സാത്താൻ സേവക്കാർ മുൻകൈയെടുത്ത് അവർ പ്രവർത്തിക്കുന്നത്. അതിനവർ ചെയ്ത കാര്യം, കത്തോലിക്ക സഭയുടെ തിരുവോസ്തി മോഷ്ടിക്കുകയും അവിടെ സാത്താന്റെ ആരാധനാ കേന്ദ്രത്തിൽ കൊണ്ടുപോയി അതിനെ വളരെ മോശമായ നിലയിൽ ആർത്തവ രക്തത്തോട് ചേർത്ത്, ആർത്തവ രക്തവും അതും കൂടി തിരുവോസ്തിയും കൂടി കർത്താവായ യേശുക്രിസ്തുവിനെ അവമാനിക്കുന്ന രീതിയിൽ അത് പെരുമാറി എന്നെല്ലാം പറഞ്ഞിട്ടാണ് അവിടെ ഒരു പ്രശ്നം ഉടലെടുക്കുവാൻ തക്കവണ്ണം കാരണമായിട്ട് തീർന്നത്. എന്നാൽ അതിനെ സംബന്ധിച്ചുള്ള നിയമപരമായ കാര്യങ്ങളെല്ലാം പുറത്തു വന്നപ്പോൾ അത് ഓൺലൈൻ വഴി വാങ്ങിയതാണെന്ന് തിരിച്ചറിയുകയും അങ്ങനെ അത് പരാജയപ്പെട്ടു പോവുകയാണ് ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ സാത്താൻ സേവക്കാരും സഭക്കാരും തമ്മിൽ നേരിട്ട് ഒരു യുദ്ധത്തിന് പോകുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ല. ബൈബിൾ അങ്ങനെ പറയുന്നുമില്ല. അത് സാത്താന്റെ മറ്റൊരു തന്ത്രമാണ്. അതായത് ജനങ്ങളെ തമ്മിലടുപ്പിച്ച് കൊലപാതകങ്ങളും മറ്റ് അരാജകത്വങ്ങളും ഉണ്ടാക്കുക എന്നുള്ളത് സാത്താന്റെ ഏറ്റവും വലിയ തന്ത്രമാണ്. നമ്മളിപ്പോൾ അമേരിക്കയിൽ ഇതൊക്കെ നടക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ അതിശയം തോന്നുകയില്ല. പക്ഷെ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിറയെ സാത്താൻ സേവക്കാരെ അവിടെ ആരാധന തുടങ്ങി. അത് പരസ്യമാക്കി തന്നെ ഇപ്പോൾ ആരാധനയൊക്കെ നടക്കുന്നുണ്ട്. കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ് അവർ ആരാധനയ്ക്ക് വരികയും യേശുക്രിസ്തുവിന്റെ കുരിശിനെ അപമാനിക്കുകയും, ഇപ്പം ഏതോ ഒരു സിനിമയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്നെല്ലാം പറയുന്നുണ്ട്. എനിക്ക് ആ സിനിമയെക്കുറിച്ച് അറിയാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതുപോലെ തന്നെ അവർ ബൈബിള് ചവിട്ടുക, വളരെ മ്ലേച്ഛകരമായ രീതിയിലെല്ലാം ചെയ്യുക. പിന്നെ നഗ്നയായ സ്ത്രീയുടെ ശരീരത്തിന്മേലിൽ വെച്ചുകൊണ്ടാണ് ആർത്തവ രക്തത്തോട് കളക്ട് എല്ലാം കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെല്ലാം ഇങ്ങനെ നമ്മളിപ്പോൾ വാർത്താ മാധ്യമങ്ങളിലൂടെ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സാത്താൻ സേവക്കാർ ഇന്ന് പരസ്യമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. മുൻപ് മറിഞ്ഞിരുന്ന് ചെയ്തിരുന്ന കാര്യങ്ങൾ, ഭയന്നും മാറിയിരുന്ന് ചെയ്തിരുന്ന കാര്യങ്ങൾ വളരെ പരസ്യമായിട്ട് ഇന്ന് സാത്താൻ സേവക്കാരുടെ പള്ളികളും സാത്താൻ സേവക്കാരുമായിട്ടുള്ള ആളുകൾ വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതിനകത്ത് അധികം പങ്കെടുക്കുന്നത് വളരെ ഉന്നതന്മാരായിട്ടുള്ള ആളുകൾ, ബിസിനസ്സുകാരായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ സിനിമാ നടിമാരൊക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്നു. നമുക്ക് കൃത്യമായിട്ടൊന്നും അറിയില്ല. എന്നാലും ഇത് വളരെ ശക്തമായിട്ട് ഇപ്പോൾ രൂപപ്പെട്ട് കഴിഞ്ഞുവെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. വാസ്തവത്തിൽ സാത്താൻ എപ്പോഴും ജനങ്ങളെ ഉപയോഗിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. അവൻ മറിഞ്ഞിരുന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അശുദ്ധ ആത്മാവാണ്. അവൻ സ്വർഗത്തിൽ നിന്ന് ദൈവം അവനെ തള്ളി താഴേക്ക് ഇട്ടു. കാരണം അവൻ ദൈവത്തോട് മത്സരിക്കുകയും ഞാൻ അത്യുന്നതനോട് സമനാകുകയും ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ദൈവം അവനെ തള്ളി താഴേക്ക് ഇട്ടു. തിരുവെഴുത്തുകളിൽ ഇത് നമുക്ക് രേഖയാക്കി നൽകിയിട്ടുണ്ട്. അങ്ങനെ അവൻ വെട്ടേറ്റ് നിലത്ത് വീണു. എന്നാൽ ദൈവത്തോട് അവന് നേരിട്ട് എതിർത്ത് ദൈവത്തെ തോൽപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട്, ദൈവം സർവശക്തനായതുകൊണ്ട് അവൻ ദൈവത്തിന്റെ മക്കളോട് അവൻ എപ്പോഴും എതിർത്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എഫ് ലേഖനത്തിൽ അനവധി മർമ്മങ്ങൾ പൗലോസ് അപ്പോസ്തലൻ വെളിപ്പെടുത്തി നമുക്ക് നൽകിയിട്ടുണ്ട്. മാതാപിതാക്കളും മക്കളും തമ്മിൽ എങ്ങനെയായിരിക്കണം, ഭാര്യയും ഭർത്താവും തമ്മിൽ എങ്ങനെയായിരിക്കണം, അതുപോലെ തന്നെ യജമാനനും തൊഴിലാളിയും തമ്മിൽ എങ്ങനെയായിരിക്കണം, അങ്ങനെ അനവധി കാര്യങ്ങളെല്ലാം തിരുവെഴുത്തിലൂടെ നമുക്ക് രേഖയാക്കി നൽകിയിട്ടുണ്ട്. എന്നാൽ എഫ് ലേഖനം 6-ാം അധ്യായത്തിന്റെ 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പിശാചിനോട് നമ്മൾ എങ്ങനെ എതിർത്ത് നിൽക്കണമെന്നുള്ളത് നമുക്ക് രേഖയാക്കി നൽകിയിട്ടുണ്ട്. ഞാൻ ഇന്ന് അത് ചിന്തിക്കുവാൻ തക്കവണ്ണമാണ് ആഗ്രഹിക്കുന്നത്. എഫ് ലേഖനം 6-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള വാക്യം: ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ.
അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർക്കുവാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കുവാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവിൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കിട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായി വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽക്കുവിൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവോധന എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവിൻ. സകല പ്രാർത്ഥനയാലും യാതനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പിൻ. അപ്പോൾ സാത്താനെ, പിശാചിനെ നമുക്ക് എതിർക്കുവാനായിട്ട് ദൈവത്തിന്റെ സർവായുധവർഗം നമുക്ക് നൽകിയിട്ടുണ്ട്. അത് ഈ എഫെസ് ലേഖനത്തിലൂടെ പൗലോസ് അപ്പോസ്തലന്റെ വെളിപ്പാടുകൾ നമുക്ക് നൽകുകയാണ്. പിശാച് എന്ന് പറയുന്നത് അത് അധികാരങ്ങളുണ്ട്, അതിന്റെ വാഴ്ചകളുണ്ട്, ഈ ലോകത്തിലെ ഒരു ദുഷ്ടാത്മ സേന അതിന്റെ പിന്നിലുണ്ട്. എന്നാൽ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ നമുക്ക് പിശാചിനോട് നേരിട്ട് യുദ്ധം ചെയ്ത് പിശാചിനെ തോൽപ്പിക്കാനൊന്നും പറ്റുകയില്ല. എന്നാൽ നമുക്ക് പിശാചിനോട് യുദ്ധം ചെയ്യുവാനായിട്ട് ദൈവത്തിന്റെ സേനകളുണ്ട്, ദൈവത്തിന്റെ ദൂതന്മാരുണ്ട്. അവർ നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതന്മാർ പിശാചിന്റെ ദൂതന്മാരോട് വന്ന് ഏറ്റുമുട്ടി അവരെ തോൽപ്പിക്കുകയും അവരെ തകർക്കുകയും നമ്മുടെ കാൽ കീഴാക്കി കളയുകയും ചെയ്യും. അത് ദൈവവചനത്തിലെ വാഗ്ദാനങ്ങളാണ്. എന്നാൽ അനേകം ദൈവമക്കളെയും അല്ലാത്തവരെയും പിശാച് എപ്പോഴും വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത് കാണുവാൻ. ഇപ്പോൾ അമേരിക്കയിലെ ഈ കാൻസാസിൽ നടന്ന സംഭവം എന്ന് പറയുന്നത് അത് നേരിട്ടുള്ള ഒരു അറ്റാക്ക്, അതായത് എങ്ങനെയെങ്കിലും കലാപം ഉണ്ടാക്കി മനുഷ്യനെ കൊലപാതകത്തിലേക്ക് നടത്തുക, അല്ലെങ്കിൽ നയിക്കുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അന്തഛിദ്രം വരുത്തുക എന്നുള്ളതാണ് പിശാചിന്റെ ഒരു ട്രിക്ക്. അവൻ മറിഞ്ഞിരുന്ന മനുഷ്യനെ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷെ അതിനുള്ള മാർഗം എന്ന് പറയുന്നത് ജനങ്ങളുമായിട്ട്, മനുഷ്യനുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടുക എന്നുള്ളതല്ല ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. പിശാച് എപ്പോഴും മറിഞ്ഞിരുന്ന് ക്രിയ ചെയ്യുന്ന ഒരു അശുദ്ധ ആത്മാവും അവന്റെ സൈന്യവുമുണ്ട്. അതൊരു വ്യക്തിയല്ല, അവന് പല അധികാരങ്ങളുണ്ട്, പല വാഴ്ചകളുണ്ട്. അങ്ങനെയുള്ള ഒരു പല കാറ്റഗറിയിലുള്ള ആളുകൾ അവന്റെ കൂടെ ഉണ്ട്. ഹരണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു എന്നാണ് പിശാചിനെ കുറിച്ച് പറയുന്നത്. കാരണം നാം പ്രഭാതത്തിൽ കാണുന്ന ശുക്ര നക്ഷത്രത്തെ പോലെ ശോഭിക്കുന്ന ഒരുവനായിരുന്നു ഈ സാത്താൻ എന്ന് പറയുന്നത്. എന്നാൽ അതുപോലെ തന്നെ ആരാധനയ്ക്ക് അവൻ സ്വർഗത്തിൽ ലീഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരുവനായിരുന്നു. അങ്ങനെ അവൻ ചിറക് വിടർത്തുന്ന കെരൂബായിരുന്നു, ഒരു നല്ല മാലാഖയായിരുന്നു, മാലാഖമാരുടെ പ്രധാനിയായിരുന്നു. ഇന്ന് ഗബ്രിയേലും മിഖായേലുമാണ് പ്രധാനപ്പെട്ട മാലാഖമാർ. അതിനേക്കാൾ ഉന്നത നിലവാരത്തിൽ ദൈവത്തിന്റെ ആരാധന ലീഡ് ചെയ്തുകൊണ്ടിരുന്ന ഈ മറ്റേ ദൂതൻ, അവൻ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിച്ചു, ഒരിക്കൽ ഞാൻ എൻ്റെ സിംഹാസനം ഉത്തര ദിക്കിൽ വെക്കും, ഞാൻ അത്യുന്നതരോട് സമനാകും, ഞാൻ അവിടെ ഇരുന്ന് അരുളും എന്ന് അവൻ ഹൃദയത്തിൽ ചിന്തിച്ച വഴി ദൈവം അവനെ വെട്ടി താഴേക്ക് ഇട്ടു. അങ്ങനെയാണ് അവൻ പിശാചായിട്ട് മാറി ഭൂമിയിലേക്ക് വന്നത്. ഇതൊക്കെ നമുക്ക് എഹെസ്കേലിന്റെ പുസ്തകത്തിലും യെശയ്യാവിന്റെ പുസ്തകത്തിലും നമുക്ക് ഇത് പിശാചിനെ കുറിച്ച് വ്യക്തമായ വെളിച്ചം നമുക്ക് ദൈവവചനം നൽകുന്നുണ്ട്. അങ്ങനെ പിശാച് അവിടെ നിന്ന് പോരുമ്പോൾ അവൻ 1/3 ദൂതന്മാരെ കൂട്ടുപിടിച്ച് അവരും കൂടി തള്ളപ്പെട്ടു പോയി. അങ്ങനെയാണ് ഒരു സൈന്യമായിട്ട് അവർ ഇന്ന് ഭൂമിയിൽ നിലകൊള്ളുന്നത്. ഇവിടെ എഫെസ് ലേഖനത്തിൽ പറയുകയാണ്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, മനുഷ്യനോടല്ല നമുക്ക് യുദ്ധമുള്ളത്. മനുഷ്യനെ ഉപയോഗിച്ചിട്ടാണ് പിശാച് നമ്മളോട് എതിർക്കുവാനായിട്ട് വരുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, മനുഷ്യനല്ല അതിൻ്റെ ആളുകൾ, അതിൻ്റെ പിന്നിൽ നിന്ന് ക്രിയ ചെയ്യുന്നത്, അതിനെ പ്രേരിപ്പിച്ച് മനുഷ്യനെ കൊണ്ട് നമ്മുടെ നേരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കുന്നത് പിശാചാണ്. അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികൾ, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനകൾ എന്ന ഒരു 4 ഗ്രൂപ്പ് ഉള്ളതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്പോൾ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തോട് യുദ്ധത്തിന് പോകുമ്പോൾ, യുദ്ധത്തിന് പുറപ്പെടുവാനായിട്ട് തയ്യാറെടുക്കുമ്പോൾ കരസേന, വായുസേന, വ്യോമസേന, അങ്ങനെ പലതരത്തിലുള്ള സേനകൾ നമുക്കുണ്ട്. അതുകൂടാണ്ട് ഇതിൽ 3ലും ഒരുമിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന മറ്റൊരു സേനയുണ്ട്. അമേരിക്കയിലൊക്കെ അങ്ങനെയുള്ള സേനകളുണ്ട്. 4 തരത്തിലുള്ള സേനകൾ ഉള്ളതുപോലെ തന്നെ വാഴ്ചകളും അധികാരങ്ങളും അന്ധകാരത്തിന്റെ ലോകാധിപതിയുമായ പിശാച് അവന്റെ സൈന്യങ്ങളുമായിട്ട് ദൈവജനത്തിനെതിരെ യുദ്ധം ചെയ്യുവാനായിട്ട് ഇറങ്ങി പുറപ്പെടും. അവൻ മറിഞ്ഞിരുന്നാണ് യുദ്ധം ചെയ്യുന്നത്. അവൻ തീയമ്പുകളെ മനുഷ്യന്റെ ഉള്ളിലേക്ക് അയക്കും. ഏതെങ്കിലും ഒരു ചെറിയ പാപം ചെയ്തു കഴിഞ്ഞാൽ, ചെറിയ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഉടനെ പിശാച് വന്നിട്ട്, നീ ദൈവത്തിൽ നിന്ന് അകന്നുപോയി, ദൈവം നിന്നെ തള്ളിക്കളഞ്ഞു, ദൈവം നിന്നെ ഒരിക്കലും സ്വീകരിക്കുകയില്ല, നീ പാപം ചെയ്തു എന്ന് പറഞ്ഞ് അവനെ കുറ്റപ്പെടുത്തി, നിരാശപ്പെടുത്തി, അവനെ എല്ലാ നിലയിലും ദൈവത്തിൽ നിന്ന് അകറ്റുക എന്നുള്ളതാണ് പിശാചിന്റെ ഏറ്റവും വലിയ ആയുധം. അതുപോലെ തന്നെ നമ്മുടെ മറിഞ്ഞിരുന്ന അനേക മനുഷ്യൻ മുഖാന്തരം കൊലപാതകങ്ങളും, ഇപ്പോൾ ഈ മയക്കുമരുന്ന്, നമ്മുടെ കേരളത്തിൽ ഇത്രമാത്രം മയക്കുമരുന്ന് ഈ അടുത്ത കാലത്തൊന്നും പിടിക്കുകയുണ്ടായിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങൾ കൊണ്ട് എത്ര കിലോ കണക്കിന്, എത്ര കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നാണ് പിടിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് ഇത്രമാത്രം വ്യാപിച്ചു എന്നുള്ളത് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കാരണം സാത്താൻ സേവയൊക്കെ അവിടെ വരികയും അനവധി കൊലപാതകങ്ങൾ, യൗവനക്കാരായിട്ടുള്ള കുഞ്ഞുങ്ങളെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെന്ന് ഇടപെടുകയും അവര് മോശകരമായ നിലയിലേക്ക് പോകുന്നതൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ വിചാരിക്കുന്നത് ഇതൊരു ഗവൺമെന്റോ ഒരു കുടുംബങ്ങളോ വ്യക്തികളോ തീരുമാനിച്ചാൽ നടക്കാവുന്ന കാര്യമൊന്നുമില്ല. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ശക്തി എന്ന് പറയുന്നത് പിശാചാണ്. കർത്താവ് യേശുക്രിസ്തു പിശാചിനെ കുറിച്ച് പറഞ്ഞത്, അറുക്കാനും മുടിക്കാനും മോഷ്ടിക്കാനും കൊല്ലുവാനും അല്ലാതെ പിശാച് വരുന്നില്ല.
അവൻ ചെയ്യുന്നത് കൊലപാതകങ്ങളാണ്. അവൻ അറുക്കുകയാണ്. മനുഷ്യന്റെ സമാധാനത്തെ അവൻ ഇടുത്തു കളയാണ്. ഇപ്പോൾ ഒരു മയക്കുമരുന്നിന് അടിമപ്പെട്ടു പോയ ഒരു വ്യക്തിയുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പരാജയമായിട്ട് തീരുന്നു. അവൻ ജയിലിൽ പോകേണ്ടതായിട്ട് വരുന്നു. അവന്റെ ഭാവി മുഴുവൻ ഇരുളടഞ്ഞു പോകുന്നതായിട്ട് വരുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത നീരാളിപ്പിടുത്തത്തിൽ അവൻ അകപ്പെട്ടു പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ അനേകരെ കൊലപാതകങ്ങളെ അനേകരെ കൊണ്ട് ചെയ്യിക്കുന്നു. ഗുണ്ടാ പ്രവർത്തനങ്ങൾ ഇതെല്ലാം വളരെ നടക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി എന്ന് പറയുന്നത് പിശാചാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു രക്ഷിക്കപ്പെട്ട ദൈവവൈതലിന്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, അവന് ഒരു പ്രൊട്ടക്ഷൻ ദൈവം നൽകിയിട്ടുണ്ട്. എന്താണ്? ഒന്ന്, അവൻ്റെ തലയ്ക്ക് ശിരസ്ത്രം വെച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഒരു പ്രത്യേകമായ കവറിങ്, ഒരു ഹെൽമെറ്റ് പോലെ നമുക്ക് ശിരസ്ത്രം ദൈവം വെച്ചിട്ടുണ്ട്. അപ്പോൾ പിശാച് ദുർമന്ത്രവാദത്താലോ ആഭിചാരത്താലോ ബില്ലിശൂന്യത്താലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നമുക്കെതിരെ ആയുധങ്ങൾ അയക്കുമ്പോൾ ഈ ഒരു കവചം നമ്മുടെ മേൽ ഉള്ളതുകൊണ്ട് ഇത് നമ്മളെ തലച്ചോറിനെ ബാധിക്കാതെ നമ്മളെ അത് പ്രൊട്ടക്ട് ചെയ്യുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ അരയ്ക്ക് സത്യം കെട്ടിയിരിക്കണം. നമ്മൾ പിശാചിനോട് യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ സത്യമില്ലാതെ നിന്നിട്ട് പിശാചിനോട് പോരാടാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ജയിക്കാനായിട്ട് പോകുന്നില്ല. നാം സത്യമുള്ളവരായിരിക്കണം. അരയ്ക്ക് സത്യം കെട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ബെൽറ്റാണത്. ശരിക്കും പറഞ്ഞാൽ നാം സത്യമുള്ളവരായിരിക്കണം. നാം പോകുമ്പോഴും വരുമ്പോഴും നടക്കുമ്പോഴും ഇടപെടുമ്പോഴും എല്ലാം നാം സത്യമുള്ളവരായിരിക്കണം. നമ്മുടെ കർത്താവ് സത്യമുള്ളവനാണ്. അപ്പോൾ ദൈവമക്കളായിരിക്കണം, നാം സത്യമുള്ളവനായിരിക്കണം. അരയ്ക്ക് സത്യം കെട്ടണം. അവർ ആറ് കാര്യങ്ങളോളം പറയുന്നുണ്ട്. അരയ്ക്ക് സത്യം കെട്ടണം. നീതി എന്ന കവചം ധരിക്കണം. നമുക്ക് അരയ്ക്ക് സത്യം, നീതി എന്ന കവചം, ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു കവചം, അത് നമുക്ക് എപ്പോഴും നാം നീതിയുള്ളവരായിരിക്കണം. നാം ദൈവമക്കളാണ്, നീതീകരിക്കപ്പെട്ടവരാണ്, നാം നീതിയുള്ളവരായിരിക്കണം. എപ്പോഴും നമ്മുടെ കാലിൽ സമാധാന സുവിശേഷത്തിന്റെ ഒരുക്കം ഒരു ചെരുപ്പായിരിക്കണം. നമ്മൾ എവിടെ ചെന്നാലും, ഒരു ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ പഠിക്കുന്ന സ്ഥലത്ത് നമ്മൾ എവിടെ ചെന്നാലും നമ്മുടെ ഐഡന്റിറ്റി നാം വെളിപ്പെടുത്തണം. ഞാനൊരു ദൈവത്തിന്റെ മകനാണ്, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിക്കാനുള്ള ഒരു ഒരുക്കം നമ്മുടെ കാലിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. എങ്ങോട്ട് പോകുമ്പോഴും, നടക്കുമ്പോഴും, പോകുമ്പോഴും, വരുമ്പോഴും, കണ്ടുമുട്ടുമ്പോൾ എല്ലാം നാം ഒരു ദൈവമകനാണെന്നുള്ള വെളിപ്പെടുത്തുകയും യേശുക്രിസ്തുവിനെ ഉയർത്തുവാനുള്ള ഒരു സുവിശേഷത്തിന്റെ ചെരുപ്പ് എപ്പോഴും നമ്മുടെ കാലിൽ ഉണ്ടാവുകയും ചെയ്യണം. മറ്റൊന്ന്, പിശാച് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം നമ്മുടെ നേരെ തീയമ്പുകൾ അയക്കുകയാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ കഷ്ടകാലത്ത് ഞാൻ ഒരു ജോലിക്കായിട്ട് പോയി, ഒരു സ്ഥലത്തേക്ക് പോയി. ആ സമയത്തെല്ലാം ഞാനൊരു ചെറിയ തെറ്റ് ചെയ്തു പോയിരുന്നു. ആ തെറ്റ് ചെയ്തതിന് ശേഷം പിശാച് എന്നോട് വന്ന് പറഞ്ഞിരുന്നത്, നീ വീണുപോയി, നീ നഷ്ടപ്പെട്ടു പോയി, നിനക്കിനി ചാൻസ് ഇല്ല, നിനക്കിനി അവസരങ്ങളില്ല. ഇങ്ങനെ പിശാച് നമ്മുടെ നേരെ തീയമ്പുകൾ എയ്തുകൊണ്ടിരിക്കുമ്പോൾ നാം എന്ത് ചെയ്യണം? നാം ദൈവത്തിൻ്റെ വചനമാകുന്ന വാള് എടുത്ത് വിശ്വാസത്താൽ നിലനിൽക്കണം. ഇല്ല, യേശുക്രിസ്തു എന്നെ കൈവിടുകയില്ല, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ വീഴുന്നത് അവൻ അറിയാം, എന്നാൽ എന്നെ വീഴാതെ നിൽക്കുവാൻ തക്കവണ്ണം സൂക്ഷിക്കാൻ അവൻ എനിക്ക് കൃപ നൽകും. ചിലപ്പോൾ 1, 2, 3 പ്രാവശ്യം ഞാൻ വീണുപോയി എന്ന് വന്നേക്കാം, എന്നാൽ കർത്താവ് എന്നെ അതിൽ നിന്ന് രക്ഷിക്കും, എന്നെ വിടുവിക്കും. അങ്ങനെ നമ്മുടെ കർത്താവിൻ്റെ വചനങ്ങൾ, ആത്മാവിൻ്റെ വചനമാകുന്ന വാള് നാം എടുത്ത് നമ്മുടെ വിശ്വാസത്തിൽ നാം മുറുകെ പിടിക്കണം. പിശാച് നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് നമ്മളെ മാറ്റിക്കളയുവാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. അവിശ്വാസം നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരും. ദൈവമാണോ വലുത്? ദൈവം നമ്മൾ പ്രാർത്ഥിച്ച കേൾക്കുമോ? ഞാനിങ്ങനെ തെറ്റ് ചെയ്തല്ലോ എന്ന് നാം ചിന്തിക്കുമ്പോൾ, പിശാചിന് ഇടം കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ നിരാശപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ നമ്മൾ വീഴ്ച പറ്റിയാൽ പോലും നീതിമാൻ 7 പ്രാവശ്യം വീണാലും എഴുന്നേൽക്കുമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഒരു വീഴ്ച പറ്റിയാലും അതിന് എഴുന്നേൽക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുക. ദൈവം നമ്മളോട് അടുത്ത് വരും. എന്നാൽ പിശാചിനോട് നാം എതിർത്ത് നിൽക്കുക. അവൻ ഇങ്ങനെയുള്ള ആലോചന കൊണ്ടുവരും. നീ രക്ഷപ്പെടുകയില്ല, നിന്റെ രക്ഷയെല്ലാം പോയി, രക്ഷയെല്ലാം നഷ്ടപ്പെട്ടു, നിനക്ക് നീ ചാൻസ് ഇല്ല, അവസരമില്ല എന്ന് പറഞ്ഞ് നിന്നെ കുറ്റപ്പെടുത്തുമ്പോൾ നീ കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെന്ന്, കർത്താവ് ഞാൻ പാപം ചെയ്തു, ഞാൻ തെറ്റ് ചെയ്തു, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ, ദൈവത്തോട് അടുത്ത് ചെല്ലുമ്പോൾ അവൻ നിങ്ങളോട് അടുത്ത് വരികയും നമ്മുടെ സകല അനീതിയും പോക്കി യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മളെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. മറ്റൊന്ന്, ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാള് എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. പിശാച് ഇങ്ങനെയുള്ള അമ്പുകൾ എല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ വാളെടുത്ത് അവനെ വെട്ടണം. എന്താണ്? സാധാരണഗതിയിലുള്ള വാളല്ല, ദൈവവചനമാകുന്ന വാള്. പിശാച് ഇങ്ങനെ നമ്മളെ നിരാശപ്പെടുത്തിക്കൊണ്ട് വരുമ്പോൾ പിശാചിനോട് പറയണം, പിശാചെ, ഞാൻ യേശുക്രിസ്തുവിന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ഒരുവനാണ്, ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ട ഒരുവനാണ്, ഞാൻ വീണ്ടെടുക്കപ്പെട്ട ഒരുവനാണ്, എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, നിനക്ക് എന്നെ ഒന്നും ചെയ്യുവാനായിട്ട് കഴിയില്ല, ഞാൻ ഒരു ദൈവമകനാണ്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു, ഞാൻ പിതാവായ ദൈവത്തിന്റെ മകനാണ്, നിനക്ക് എൻ്റെ ദൈവത്തോട് ഏറ്റുമുട്ടാൻ പറ്റുമോ? എൻ്റെ പിതാവിനോട് നിനക്ക് ഏറ്റുമുട്ടാൻ പറ്റുമോ? നിനക്കത് പറ്റുകയില്ലോ. എന്നോട് ഏറ്റുമുട്ടുമ്പോൾ എൻ്റെ പിതാവ് എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന് അവൻ്റെ ദൂതന്മാരെ അയച്ച് നിന്നെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കും പിശാചെ. അങ്ങനെ തിരുവെഴുത്ത് പറയുന്നു, യഹോവയുടെ ദൂതൻ തൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടുവിക്കും. അങ്ങനെ നമ്മുടെ വാഗ്ദത്ത വചനങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് പിശാചിനെ നാം തുരത്തേണ്ടതായിട്ട് നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ മറ്റൊന്നാണ്, സകല പ്രാർത്ഥനയാലും. പിശാച് നമ്മളെ നിരാശപ്പെടുത്തി കഴിയുമ്പോൾ പ്രാർത്ഥിക്കാൻ ഏകാഗ്രത നഷ്ടപ്പെട്ടു പോകും. എന്നാൽ നാം പ്രാർത്ഥിക്കണം. പൗലോസ് പറയുകയാണ്, നമുക്ക് സർവായുധ വർഗമുണ്ട്, നമ്മുടെ
തലയിൽ ശിരസ്ത്രമുണ്ട്, നമ്മുടെ അരയ്ക്ക് സത്യമുണ്ട്, നമ്മുടെ കവചം നീതിയായിട്ടുണ്ട്, നമ്മുടെ കയ്യിൽ ആത്മാവിൻ്റെ വചനമാകുന്ന വാളുണ്ട്, വിശ്വാസം എന്ന പരിച, പിശാചിൻ്റെ അമ്പുകളെ തടുക്കുവാനായിട്ട് വിശ്വാസം എന്ന പരിച നമ്മുടെ കയ്യിലുണ്ട്, സമാധാന സുവിശേഷത്തിൻ്റെ ഒരുക്കം നമ്മുടെ കാലിന് ചെരുപ്പായിട്ടുണ്ട്, നമ്മുടെ ഫ്രണ്ട് സൈഡ് ഫുൾ പ്രൊട്ടക്ഷനാണ്. എന്നാൽ ബാക്കിൽ മാത്രം നമുക്ക് ഒരു പ്രൊട്ടക്ഷനും ഇല്ല. അതുകൊണ്ട് തിരുവെഴുത്ത് പറയുന്നത്, നിങ്ങൾ പിൻതിരിയുന്നു എങ്കിൽ ദൈവത്തിന് നിങ്ങളിൽ പ്രസാദമില്ല. ഒരു വിശ്വാസി, ഒരു രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദൽ ചെറിയ എന്തെങ്കിലും വീഴ്ചകളോ നഷ്ടങ്ങളോ കഷ്ടങ്ങളോ സംഭവിച്ചു കഴിയുമ്പോൾ പിന്മാറുന്നു എങ്കിൽ ദൈവത്തിന് നമ്മളിൽ പ്രസാദമില്ല. പിശാച് വന്ന് ആക്രമിക്കും. കാരണം നാം പിന്തിരിഞ്ഞാൽ നമുക്ക് ബാക്കിൽ പ്രൊട്ടക്ഷൻ ഒന്നും തന്നിട്ടില്ല. നാം മുന്നേറണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പിശാചിനോട് എതിർത്ത് നിൽക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിനുള്ള അഭിഷേകം, അനോയിന്റിങ് ദൈവം നമുക്ക് നൽകും. നമ്മുടെ കർത്താവ് വലിയവനാണ്. അഭിഷേകത്തെക്കുറിച്ച് ഒരു ക്ലാസ് പിന്നീട് വരുന്നതാണ്. അപ്പോൾ അഭിഷേകം നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിശാചിനോട് എതിർത്ത് നിൽക്കുവാനായിട്ട് സാധിക്കും. അവനോട് പോരാടി ജയിക്കുവാനായിട്ട് സാധിക്കും. അവനെ പേടിച്ച് നാം ഓടാനായിട്ടല്ല വിളിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിന്റെ കൃപയാൽ വിളിക്കപ്പെട്ട നമ്മുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. നാം ദൈവത്തിന്റെ മക്കളാണ്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. നാം ദൈവത്തിന്റെ മക്കളാണ്. നാം പിശാചിനെ ഭയപ്പെടേണ്ട കാര്യമില്ല. പിശാചിനോട് എതിർത്ത് നിൽക്കണം. എന്നാൽ അവൻ നമ്മളെ വിട്ട് ഓടിപ്പോകും. സാത്താനെ വേഗത്തിൽ നമ്മുടെ കാൽ കീഴെ ചതച്ച് കളയാമെന്ന് ദൈവത്തിന്റെ വാഗ്ദാനം നമുക്ക് നൽകിയിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, അതുകൊണ്ട് ദൈവത്തിന്റെ സർവായുധ വർഗത്തെക്കുറിച്ചുള്ള ഒരു വെളിപ്പാട് നമുക്ക് ലഭിക്കുവാൻ തക്കവണ്ണം ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ആ നിലയിൽ നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവം, ഈ തലമുറയിൽ കർത്താവെ, ഞങ്ങളുടെ അരയ്ക്ക് സത്യം കിട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിന്റെ ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും കർത്താവെ, ഞങ്ങൾക്ക് ആ ദൈവോധനമാകുന്ന വാളും വിശ്വാസം എന്ന പരിചയം തലയിൽ രക്ഷയുടെ ശിരസ്ത്രമായിട്ട് മുന്നേറുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഒരു ഭടന് കർത്താവെ പ്രൊട്ടക്ഷൻ വേണ്ട എല്ലാ സംരക്ഷണവും ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് കർത്താവെ. അതിന്റെ ഒരു വെളിപ്പാട് ഞങ്ങൾക്ക് നൽകണമേ കർത്താവെ. മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങൾ എഫേസ്യ ലേഖനത്തിലൂടെ പൗലോസ് വെളിപ്പെടുത്തി നൽകിയിരിക്കുന്നു കർത്താവെ. ദൈവമേ, ഞങ്ങൾക്ക് അത് ദൈവത്തിന്റെ ഒരു സർവായുധ വർഗമാണല്ലോ കർത്താവെ. ഞങ്ങൾക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല, മനുഷ്യരോടല്ല, ഈ ലോകത്തിന്റെ ദുഷ്ട ആത്മസേനയോട്, അന്ധകാരത്തിന്റെ ലോകാധിപതികളോട് കർത്താവെ, അധികാരങ്ങളോട് കർത്താവെ, ഞങ്ങൾക്ക് കർത്താവെ പോരാട്ടമുണ്ട്. അത് അവരോട് എതിർത്ത് നിൽക്കുവാൻ തക്കവണ്ണം ഏത് നേരത്തും പ്രാർത്ഥിച്ചും ദൈവവചനത്തെ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് മുന്നേറുവാൻ തക്കവണ്ണമുള്ള ദൈവകൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ കർത്താവ്. ഈ വചനം കേട്ട എല്ലാ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കണമേ കർത്താവ്. വിശേഷ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കണം, അവരുടെ ആവശ്യങ്ങളെ കൂടെ ഇരിക്കണം, വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം എടുത്തല്ല, ഞങ്ങൾക്ക് വേണ്ടി ജീവത്തിൽ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.